നമസ്കാരം. കേരളം ഇപ്പോൾ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യുന്ന ഒരു വിഷയമാണ് ഉമാ തോമസിൻ്റെ വീഴ്ചയും അതിനെ തുടർന്നുള്ള ഗിന്നസ് വേൾഡ് റെക്കോർഡ് അറ്റംപ്റ്റുമായി ബന്ധപ്പെട്ടിട്ടുള്ള സംഘാടക സമിതിയുടെ പോരായ്മകളും. ആ അപകടത്തിലേക്ക് നയിച്ചത് സംഘാടകരുടെ ചില വീഴ്ചകളാണ്. അത് എത്തരത്തിൽ ആ അപകടങ്ങൾ ഒഴിവാക്കാൻ പറ്റുമായിരുന്നു എന്നതൊക്കെ ഏറെ ചർച്ച ചെയ്യപ്പെടുകയാണ്. ഇത്തരം ചോദ്യങ്ങൾ ഇപ്പോൾ ചെന്നുപെട്ടിരിക്കുന്നത് ഗിന്നസ് വേൾഡ് റെക്കോർഡിനെയോ അല്ലെങ്കിൽ ഇത്തരം റെക്കോർഡുകളെക്കുറിച്ചുള്ള സംശയങ്ങളും, ഇത് കളിപ്പീരാണോ, തട്ടിപ്പാണോ, പണം തട്ടാനുള്ള മാർഗമാണോ, ഇത്തരം റെക്കോർഡുകളിൽ എത്രത്തോളം ആധികാരികതയുണ്ട്, ഇങ്ങനെയുള്ള ചോദ്യങ്ങളാണ് ഓരോ വശങ്ങളിൽ നിന്നും ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. പ്രേക്ഷകർക്കും അതുപോലെ തന്നെ ജനങ്ങൾക്കും നിരവധിയാർന്ന സംശയങ്ങളും ഓരോ റെക്കോർഡുകളെ സംബന്ധിച്ചും ഓരോ ദിവസവും ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. അതുമായി ബന്ധപ്പെട്ടുള്ള വാർത്തകൾ വരുന്നു, കൂടുതൽ സംശയങ്ങൾ വരുന്നു. ഇതിനെല്ലാം ഒരു ഉത്തരം ഉണ്ടാകണം. എന്തായാലും ഇത്തരം കാര്യങ്ങളെക്കുറിച്ച്, ഓരോ റെക്കോർഡുകൾ എങ്ങനെ ഉണ്ടാകുന്നു, ഇതിൻ്റെ ചരിത്രം എന്താണ്, ഇതിനെക്കുറിച്ച് ആളുകളുടെ സംശയങ്ങൾ എങ്ങനെ ദൂരീകരിക്കാം, അങ്ങനെയുള്ള ചോദ്യങ്ങൾക്കും ആശങ്കകൾക്കും അഭ്യൂഹങ്ങൾക്കുമൊക്കെ വിരാമമിടുകയാണ് നമ്മളുടെയും ലക്ഷ്യം. എന്തായാലും ഇത്തരം കാര്യങ്ങളെക്കുറിച്ച് വളരെ ആധികാരികമായി സംസാരിക്കാൻ നമ്മോടൊപ്പം ഇന്നുള്ളത് വേൾഡ് ഗിന്നസ് റെക്കോർഡ് ജേതാവും ഗിന്നസ് റെക്കോർഡ് ഹോൾഡേഴ്സിൻ്റെ സംസ്ഥാന സംഘടനയുടെ പ്രസിഡന്റ് കൂടിയായ ഗിന്നസ് സത്താർ ആദൂരാണ്. അദ്ദേഹം ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ചില കാര്യങ്ങൾ നമ്മോട് സംസാരിക്കുകയാണ്. അത്തരം ചോദ്യങ്ങളും അതിലെ ആശയങ്ങളും ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള സംശയ ദൂരീകരണവുമാണ് നമ്മൾ ഇതിലൂടെ ഉദ്ദേശിക്കുന്നത്. എന്തായാലും അദ്ദേഹത്തിൻ്റെ വാക്കുകളിലേക്ക്. ഏകദേശം ഒരു 70 വർഷങ്ങൾക്ക് മുമ്പ് ലണ്ടനിലാണ് ആദ്യമായിട്ട് ഇങ്ങനെ ഒരു ആശയം വരുന്നത്. അതിൻ്റെ ഒരു പശ്ചാത്തലം എന്ന് പറയുന്നത്, ഗിന്നസ് ബീവറീസിൻ്റെ MD ഉണ്ട്, അദ്ദേഹം ഹ്യൂഗ് ബീവർ. അദ്ദേഹം ഒരിക്കൽ യൂറോപ്പിലെ ഒരു നൈറ്റ് പാർട്ടിയിൽ പങ്കെടുക്കുന്ന സമയത്ത് അവിടെ ഒരു ചർച്ച നടക്കുകയാണ്. യൂറോപ്പിലെ ഏറ്റവും വേഗതയേറിയ ഗെയിം ബേർഡ് ഏതാണ്? അപ്പോൾ ചില ആളുകൾ പറഞ്ഞു ഗോൾഡൻ ഫ്ലവർ ആണെന്ന് പറഞ്ഞു, മറ്റു ചില ആളുകൾ പറഞ്ഞു റെഡ് ഗ്രൗസ് ആണെന്ന് പറഞ്ഞു. പക്ഷേ ഇതിൻ്റെ ഒരു ഉത്തരം ആർക്കും കണ്ടെത്താൻ കഴിയുന്നില്ല. അങ്ങനെ പല ചർച്ചകളും അവിടെ നടക്കുന്നുണ്ട്. അപ്പോൾ അദ്ദേഹം ഇതുമായി ബന്ധപ്പെട്ട് വല്ല റഫറൻസ് ഗ്രന്ഥങ്ങളുണ്ടോ എന്ന് അന്വേഷിച്ചപ്പോൾ അങ്ങനെയൊന്നും കാണാനില്ല. അപ്പോൾ ഈ വ്യക്തിയുടെ മൈൻഡിൽ വന്നൊരു ചിന്തയാണ് ഇത്തരം ചോദ്യങ്ങൾക്ക് ഒരു ഉത്തരം കണ്ടെത്തുന്ന ഒരു പുസ്തകം ഉണ്ടാക്കാമെന്നുള്ളത്. ആ ചർച്ച പിന്നീട് 1955 ആകുമ്പോഴേക്കും നോറിസ് ആൻഡ് റോസ് മക്കേറ്റൻ എന്ന് പറയുന്ന 2 ഇരട്ട സഹോദരങ്ങളിലേക്ക് എത്തുകയും അവരെ എഡിറ്റർ ആക്കിക്കൊണ്ടാണ് 1955 ആദ്യമായിട്ട്, ലോകത്താദ്യമായിട്ട് ഗിന്നസ് വേൾഡ് റെക്കോർഡ്സ് എന്ന് പറയുന്ന ഒരു, അതായത് നമുക്ക് ഇത്തരം റഫറൻസ് ഗ്രന്ഥം എന്നുള്ള രീതിയിലാണ് ഇത് ആരംഭിക്കുന്നത്. പക്ഷേ അതിൻ്റെ ആദ്യ പതിപ്പ് തന്നെ ആയിരക്കണക്കിന് കോപ്പികൾ ജനങ്ങൾ സ്വീകരിച്ചു. ഒരു കൗതുകം പോലെ അത് വരികയും അതിലൊരുപാട് വ്യത്യസ്തമായ കാര്യങ്ങൾ വരികയും ചെയ്തു. ഇത് മനുഷ്യൻ്റെയും അതുപോലെ തന്നെ ഈ ഭൂമിയിലെ മറ്റു അതുപോലെ മൃഗങ്ങൾ എല്ലാം വരുന്നതിൻ്റെ ഏറ്റവും വലുത്, ചെറുത്, അങ്ങനെ വ്യത്യസ്തമായിട്ടുള്ളത്, അങ്ങനെ പല പല കൗതുകങ്ങളും അതുപോലെ തന്നെ ആളുകളെ അത്ഭുതപ്പെടുത്തുന്നതുമായ കാര്യങ്ങളാണ് ഇത് ഉൾക്കൊള്ളിച്ച്. അങ്ങനെയാണ് ഈ റെക്കോർഡ് ബുക്കുകളുടെ ചരിത്രം ശരിക്കും പറയുകയാണെങ്കിൽ ഗിന്നസിൻ്റെ 70ാം വാർഷികത്തിലേക്ക് കടക്കുന്ന ഒരു സമയമാണ്. ഇതുവരെ ലോകത്ത് 53,000-ഓളം എൻട്രികളാണ്, റെക്കോർഡുകളാണ് ഗിന്നസ് വേൾഡ് റെക്കോർഡ്സ് കൊടുത്തിരിക്കുന്നത്. ശരിക്ക് എനിക്ക് വ്യക്തിപരമായി പറയാനുള്ളത്, ഇപ്പോൾ ഗിന്നസ് റെക്കോർഡ് തന്നെ ഗ്രൂപ്പ് ഇവൻറ്റിൻ്റെ പേരിൽ ഒരു റെക്കോർഡ് കിട്ടിയിട്ട് വ്യക്തിപരമായിട്ട് യാതൊരു നേട്ടവുമില്ല. ഇൻഡിവിജ്വലായിട്ട് ഒരാൾക്ക് ഗിന്നസ് റെക്കോർഡ് കിട്ടുമ്പോൾ അദ്ദേഹത്തിന് ഗിന്നസിൽ നിന്ന് കിട്ടുന്നൊരു ലെറ്റർ ഉണ്ട്, യു ആർ ത്രിൽഡ്, യു ആർ എ ഗിന്നസ് ടൈറ്റിൽ റെക്കോർഡ് ഹോൾഡർ. അപ്പോൾ പേരിൻ്റെ കൂടെ എനിക്ക് അങ്ങനെ 2016 3137 വ്യത്യസ്തമായ പുസ്തകം, വ്യത്യസ്ത പേരുകളിലുള്ള വ്യത്യസ്തമായ പുസ്തകം ഉണ്ടാക്കിയതിനാണ് എനിക്ക് ഗിന്നസ് കിട്ടിയത്. അപ്പോൾ എനിക്ക് എൻ്റെ പേരിൻ്റെ കൂടെ അത് വെക്കാം. അല്ലാതെ ഒരു ഗ്രൂപ്പ് ഇവൻറ്റിൽ 12,000 ആളുകൾ പങ്കെടുത്ത പരിപാടിയിൽ അതിൻ്റെ കൂടെ ഞാനും ഭാഗമായി എന്ന് പറയുന്ന പാർട്ടിസിപ്പേഷൻ സർട്ടിഫിക്കറ്റ് കിട്ടിയതുകൊണ്ട് വ്യക്തിപരമായിട്ട് അത് പേരിൻ്റെ കൂടെ വെക്കാൻ കഴിയില്ല. പക്ഷേ നമ്മുടെ വീട്ടിൽ ഒരു സർട്ടിഫിക്കറ്റ് വെക്കാം. അതിന് കാരണം അത് പാർട്ടിസിപ്പൻറ്റ് സർട്ടിഫിക്കറ്റ് ഗിന്നസിൻ്റെ കിട്ടണമെങ്കിൽ ഇന്നത്തെ ഇന്ത്യൻ മണി 1090 രൂപ കൊടുത്തു കഴിഞ്ഞാൽ അവരുടെ ബുക്ക് സ്റ്റോറിൽ നിന്ന് ആർക്ക് വേണമെങ്കിലും പാർട്ടിസിപ്പൻറ്റ് സർട്ടിഫിക്കറ്റ് കിട്ടും. ഇപ്പോൾ നടക്കുന്നൊരു ചർച്ച, ദിവ്യ ഉണ്ണിക്ക് ഗിന്നസ് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഈ റെക്കോർഡ് അറ്റംപ്റ്റ് നടന്നു എന്നുള്ളതാണ്.
ഞാൻ പറയുന്നു, ദിവ്യ ഉണ്ണിയുടെ പേരിലല്ല ആ റെക്കോർഡിൻ്റെ സർട്ടിഫിക്കറ്റ് കൊടുത്തിരിക്കുന്നത്. മൃദംഗ വിഷൻ്റെയും പിന്നെ ഒരു ബുക്ക് എന്തൊരു അവരുടെയും പേരിലാണ് ആ സർട്ടിഫിക്കറ്റ് കൊടുത്തിരിക്കുന്നത്. ഒരിക്കലും ദിവ്യ ഉണ്ണിയുടെ പേരിലല്ല. അവർക്ക് 1090 രൂപ കൊടുത്താൽ കിട്ടുന്ന ഇനി ഈ റെക്കോർഡ് സൈറ്റിൽ ഇപ്പോഴും അപ്ലോഡ് ആയിട്ടില്ല. സൈറ്റിൽ അപ്ലോഡ് ആയി കഴിഞ്ഞാൽ 1.5 മാസം കഴിഞ്ഞ് ഇപ്പോൾ അബിക്ക് വേണമെങ്കിൽ ഈ പരിപാടിയിൽ പങ്കെടുത്തു എന്ന് പറഞ്ഞിട്ട് 1090 രൂപ അടച്ചാൽ നിങ്ങൾക്ക് 30 ദിവസത്തിൻ്റെ അകം നിങ്ങളുടെ വീട്ടിൽ അതായത് ലാർജസ്റ്റ് ഭരതനാട്യം എന്നുള്ളതിൽ നിങ്ങളുടെ പേര് വേണമെങ്കിൽ വരുത്താൻ പറ്റുമെന്നാണ് ഞാൻ പറഞ്ഞത്. അല്ലെങ്കിൽ നിങ്ങളുടെ മകളുടെ പേരിൽ വരുത്താൻ പറ്റും. ആ പൈസ കൊടുത്താൽ മതി. ഏതൊരു റെക്കോർഡ് പ്ലാറ്റ്ഫോം ആണെങ്കിലും അവരുടെ സൈറ്റ്, ഇപ്പോൾ ഗിന്നസ് ആണെങ്കിൽ ഗിന്നസ് വേൾഡ് റെക്കോർഡ്സ് എന്ന് പറയുന്ന സൈറ്റ് ഗൂഗിളിൽ നമുക്ക് ടൈപ്പ് ചെയ്താൽ വരും. അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ സെർച്ച് എന്നുള്ളൊരു ഓപ്ഷൻ കാണും. ഗിന്നസിൻ്റെ യഥാർത്ഥ ഒരു രീതി എന്ന് പറയുന്നത് നിലവിലുള്ള റെക്കോർഡിനെ ബ്രേക്ക് ചെയ്യലാണ്. ഇപ്പോൾ ഇവിടെ നടന്ന ഭരതനാട്യം 10,700-ഓളം ആളുകൾ പങ്കെടുത്ത തമിഴ്നാട് നടത്തിയ റെക്കോർഡാണ് അതായത് ഇപ്പോൾ അതിനേക്കാൾ കൂടുതൽ ആളുകൾ വെച്ച് ബ്രേക്ക് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ സൈറ്റിൽ നിലവിലുള്ള റെക്കോർഡ് കാണും. അപ്പോൾ നമ്മൾ അതിൽ അപേക്ഷ വെക്കാം. നമുക്ക് ഇതിനേക്കാൾ കൂടുതൽ ആളുകൾ വെച്ചുകൊണ്ട് ഞങ്ങൾ ഇന്ന പ്ലാറ്റ്ഫോമിൽ ഇന്ന സംഘടന നടത്താൻ ഉദ്ദേശിക്കുന്നുണ്ടെന്ന് പറഞ്ഞ് അപേക്ഷ വെച്ച് കഴിഞ്ഞാൽ അത് ഗ്രൂപ്പ് ഇവൻ്റാണ്. ഇപ്പോൾ ഇൻഡിവിജ്വൽ ആണെങ്കിൽ ഇപ്പോൾ ഒരാൾ ഇപ്പോൾ എൻ്റെ 3137 പുസ്തകം, മറ്റൊരാൾ അദ്ദേഹത്തിൻ്റെ കയ്യിൽ 3200-ഓളം അല്ലെങ്കിൽ 300-ഓളം പുസ്തകം ഉണ്ട് എന്ന് പറഞ്ഞ് അപേക്ഷ വെച്ച് കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ട് അവരെന്ത് ചെയ്യും, അത് സ്വാഭാവികമായിട്ട് സ്റ്റാൻഡേർഡ് അപ്ലിക്കേഷൻ എന്ന് പറയും. ഈ സ്റ്റാൻഡേർഡ് അപ്ലിക്കേഷന് 1 രൂപ പോലും കൊടുക്കണ്ട. അങ്ങനെ നിലവിലുള്ള റെക്കോർഡാണെങ്കിൽ അത് അവർ സ്വീകരിക്കുകയും മറ്റേ റെക്കോർഡിനെ ബ്രേക്ക് ചെയ്യാനുള്ള പെർമിഷൻ നമുക്ക് നൽകുകയും ചെയ്യും. അതേസമയം നമുക്ക് പെട്ടെന്ന് ഇതിൻ്റെ റിസൾട്ട് കിട്ടണമെന്നുണ്ടെങ്കിൽ 5 ദിവസം കൊണ്ട്, അതായത് സ്വീകരിക്കുകയോ റിജക്റ്റ് ചെയ്യുമോ എന്നറിയണമെങ്കിൽ ഇന്ത്യൻ മണി 70,000 രൂപ കൊടുത്തു കഴിഞ്ഞാൽ ഈ 5 ദിവസം കൊണ്ട് നമുക്കതിൻ്റെ റിപ്ലൈ കിട്ടും. ഇനി ഇൻഡിവിജ്വലായിട്ട് ഒരാൾ ഗിന്നസ് റെക്കോർഡ് അറ്റംപ്റ്റ് നടത്തുകയാണെങ്കിൽ ഗിന്നസിന് പ്രത്യേകിച്ച് ക്യാഷൊന്നും കൊടുക്കണ്ട. ഗിന്നസിൻ്റെ ആളുകൾ നേരിട്ട് ഇങ്ങോട്ട് വരും വേണ്ട. അവർ പറയുന്ന റൂൾസ് ആൻഡ് റെഗുലേഷൻസ് പ്രകാരം അവർ പറയുന്ന പോലെ ഇത് റെക്കോർഡ് ചെയ്ത് പ്രോഗ്രാം നടത്തണം. ക്യാമറാമാൻ്റെ പൈസ കൊടുക്കേണ്ടി വരും. ഇത് ഇവിടുന്ന് എടുത്ത് അയച്ചു കൊടുക്കാനുള്ള പൈസ കൊടുക്കേണ്ടി വരും. വിറ്റ്നസ് ഇരിക്കുന്ന ആളുകളൊക്കെ പൈസ കൊടുക്കേണ്ടി വരും. ചില ആളുകൾ പറയും 1 രൂപ ചിലവില്ലാതെ ഗിന്നസ് നേടാമെന്ന് പറഞ്ഞാൽ നടക്കില്ല. കാരണം ഒരു ക്യാമറ വരുന്നതിന് കാശ് കൊടുക്കണ്ടേ. അപ്പോൾ അതൊക്കെ അതിൻ്റേതായിട്ടുള്ള ചിലവ് വരും. പക്ഷേ ഗിന്നസിന് ഇൻഡിവിജ്വലായിട്ട് പൈസ കൊടുക്കണ്ട. അതേസമയം 2-ൽ കൂടുതൽ ആളുകളാണ് പങ്കെടുക്കുന്നതെങ്കിൽ അതിനെ ഗ്രൂപ്പ് ഇവൻ്റ് എന്നാണ് പറയുന്നത്. ഗ്രൂപ്പ് ഇവൻ്റ് ഇന്ന് നടക്കണമെങ്കിൽ ഗിന്നസിൻ്റെ അതോറിറ്റി നേരിട്ട് ലണ്ടനിൽ നിന്ന് അല്ലെങ്കിൽ അവർ ചുമതലപ്പെടുത്തുന്ന ആളുകൾ നേരിട്ട് വരണം. അതിന് ഇന്ന് ഈ 20,000 പൗണ്ട്, ഏകദേശം 21 ലക്ഷം രൂപ, അവരുടെ ഫ്ലൈറ്റ് ടിക്കറ്റ് അടക്കം 25 ലക്ഷം രൂപയോളം ചിലവാണ്. എങ്കിൽ മാത്രമാണ് ഒരു ഗ്രൂപ്പ് അറ്റംപ്റ്റ് ഇവിടെ നടത്തുന്നത്. നമ്മൾ സംഘടനകൾ മാത്രമല്ല, നമ്മളുടെ കേരള ഗവൺമെൻറ് ഗിന്നസിന് കാശ് കൊടുത്തിട്ട് റെക്കോർഡ് അറ്റംപ്റ്റ് നടത്തിയിട്ടുണ്ട്. കഴിഞ്ഞ ലോകകപ്പിൻ്റെ സമയത്ത് 12 മണിക്കൂറിനുള്ളിൽ ഏറ്റവും കൂടുതൽ ആളുകൾ പെനാൽറ്റി കിക്ക് എടുക്കുമെന്ന് പറയുന്ന കാറ്റഗറിയിലെ റെക്കോർഡ് അറ്റംപ്റ്റ് കേരളത്തിൽ നടന്നു. അതിന് ഗിന്നസിന് കൊടുത്ത പൈസ നമുക്ക് വിവരാവകാശം വെച്ചപ്പോൾ കിട്ടിയത് 29,50,059 രൂപ ഗിന്നസിന് കൊടുത്തു എന്നുള്ളത് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഗവൺമെൻറ്റുകളും നടത്തുന്നുണ്ട്, സംഘടനകൾ മാത്രമല്ല. അതിൻ്റെ ചിലവ് മൊത്തം 55 ലക്ഷം രൂപയാണ് ഗവൺമെൻറ് ചിലവഴിച്ചിരിക്കുന്നത്. അത് വിവരാവകാശം നമ്മുടെ അതിൻ്റെ രേഖ ഉണ്ട്. അപ്പോൾ ഇത് നടക്കുന്നുണ്ട്. അതൊരു അച്ചീവ്മെൻറ്റ്സിൻ്റെ ഭാഗമാണ്. ലോകകപ്പ് നടക്കുമ്പോൾ ഇന്ത്യയുടെ കേരളത്തിൻ്റെ പേര് ലോകത്തിന് മുന്നിൽ വരുത്താനുള്ള അതൊന്നും തെറ്റാണെന്നൊന്നും പറയാൻ പറ്റില്ല. പക്ഷേ ഇവിടെ ശരിയായ രീതിയിൽ കബളിക്കപ്പെടാതെ നടത്തണമെങ്കിൽ സ്വാഭാവികമായിട്ട് ആർക്കും ഗിന്നസിന് അപേക്ഷ വെക്കാം. ഇതാണ് അതിൻ്റെ റൂള്. ഗ്രൂപ്പാണെങ്കിൽ അവർ നേരിട്ട് വരണം. ഗ്രൂപ്പ് അല്ലെങ്കിൽ അവർ പറയുന്നത് പോലെ ഇപ്പോൾ എൻ്റെ ഗിന്നസ് റെക്കോർഡ് അറ്റംപ്റ്റ് സാഹിത്യ അക്കാദമിയിൽ വെച്ചിട്ടാണ് നടന്നത്. ഒരു ഗിന്നസിൻ്റെ അവിടുന്ന് ലണ്ടനിൽ നിന്ന് ആരും വന്നില്ല. പക്ഷെ അവർ പറയുന്നത് പോലെ നമ്മളിത് അയച്ചു കൊടുത്തപ്പോഴാണ് എനിക്ക് കിട്ടിയത്. ഇപ്പോൾ കേരളത്തിൽ വ്യക്തിഗത ഇനത്തിൽ ഗിന്നസ് കിട്ടിയ ഇവിടെ സംഘടന ഉണ്ട്. അതാണ് ആഗ്രഹം. ഞാനിപ്പോൾ അതിൻ്റെ നിലവിലുള്ള സ്റ്റേറ്റ് പ്രസിഡൻ്റാണ്. നമ്മളെ ആളുകളെ സപ്പോർട്ട് ചെയ്യുന്ന ഇതാണ്. ഏത് കാര്യമാണെങ്കിലും നമുക്ക് ഇപ്പോൾ എന്തിനേറെ പറയുന്നു, ഇപ്പോൾ ഗവൺമെൻറ് നടത്തിയ പരിപാടി പോലും ഞങ്ങളിലൂടെയാണെങ്കിൽ ഇത്ര പൈസ അവർക്ക് കൊടുക്കാതെ നടത്താൻ കഴിയും. കാരണം ഞങ്ങൾക്ക് അവരുമായിട്ടുള്ള ഒരു കണക്ഷൻ ഉണ്ട്. അപ്പോൾ നമ്മൾ അതിൻ്റെ രീതിയിൽ സംസാരിച്ച് കഴിഞ്ഞാൽ നമുക്ക് ചില റിഡക്ഷൻസ് കിട്ടാൻ സാധ്യത. ഗിന്നസ് പോലും ഇപ്പോൾ ഗിന്നസ് ഈ അടുത്ത കാലത്ത് കൊടുത്ത ചില റെക്കോർഡുകൾ നമുക്ക് തന്നെ അതിനെക്കുറിച്ച് കണ്ടാൽ ഗിന്നസ്സാണത് കൊടുത്തതെന്ന് തോന്നും. ഇപ്പോൾ എൻ്റെ പുസ്തകങ്ങളുടെ കാര്യം അതുപോലെ വളരെ എഫർട്ട് ചെയ്തിട്ട് ഗിന്നസ് കിട്ടിയ കുറേ ആളുകളുണ്ട്.
ഇപ്പോൾ നിലവിൽ ഇപ്പോൾ എൻ്റെ റെക്കോർഡ് ഇപ്പോൾ 9 വർഷമായി ആരും ബ്രേക്ക് ചെയ്തിട്ടില്ല. ഇന്ന് റെക്കോർഡ് അറ്റംപ്റ്റ് നടത്തി ഒരു 3 മാസം കഴിഞ്ഞിട്ട് സൈറ്റിൽ അത് അവർ പ്രസിദ്ധീകരിച്ച് സർട്ടിഫിക്കറ്റ് വീട്ടിലെത്തുന്നതിൻ്റെ മുന്നേ റെക്കോർഡ് തകർന്ന ഒരുപാട് ആളുകളുണ്ട്. കാരണം അത് 1 മിനിറ്റിന് താഴെയുള്ള റീലുകളുടെ ഒരു കാലം വന്നപ്പോൾ ഗിന്നസുകാർ പോലും 1 മിനിറ്റിന് താഴെയുള്ള റെക്കോർഡുകൾ കൊടുക്കാൻ തുടങ്ങി. അത് ഞാനത് പറയുന്നില്ല, കാരണം നമ്മളെ സമയത്തോളം ഇവരൊക്കെ ഗിന്നസ് കിട്ടിയ ആളുകളാണ്. നമുക്ക് തന്നെ ചിരി വരുന്ന രീതിയിലുള്ള റെക്കോർഡുകൾ ഗിന്നസ് കൊടുക്കാൻ തുടങ്ങി. സ്വാഭാവികമായിട്ട് ഏറ്റവും വലിയ ഗിന്നസ് ഇത് കൊടുക്കുമ്പോൾ സാധാ റെക്കോർഡ് പ്ലാറ്റ്ഫോം വരും എന്ത് ചെയ്യും കൊടുക്കും. അതേസമയം തന്നെ ചില ചെറിയ കുട്ടികളിൽ വലിയ കഴിവുകളുണ്ട്. അതായത് ഒരു 300ഓളം കാര്യങ്ങൾ ചോദിക്കുന്നതിന് കൃത്യമായി മറുപടി പറയുന്ന കുട്ടികളുണ്ട്. അസാധ്യമായ കഴിവുള്ള കുട്ടികളുണ്ട്. അപ്പോൾ അവരുടെ അച്ചീവ്മെൻറ്റ്സ് നമ്മൾ എന്താ പറയുക, കാണാതെ പോകാനും പറ്റില്ല. അപ്പോൾ ഇതിൽ സ്വാഭാവികമായിട്ട് ഏത് റെക്കോർഡാണെങ്കിലും ഇപ്പോൾ ഗിന്നസിൽ തന്നെ നമുക്ക് ചില കാര്യങ്ങൾ അറിയാം. കോഴിമുട്ടക്കുള്ളിൽ ചിത്രം വരയ്ക്കുന്ന വടക്കാഞ്ചേരിക്കാരൻ സൂരജ് ഉണ്ട്. കോഴിമുട്ടക്ക് ചെറിയ ദ്വാരമുണ്ടാക്കി ചിത്രം വരയ്ക്കുന്ന ആളാണ് സൂരജ്. പക്ഷേ ഗിന്നസിൽ അങ്ങനെ ഒരു ടൈറ്റിലില്ല. അവൻ്റെ വലിയ കഴിവല്ലേ. ട്യൂബ് ലൈറ്റിൻ്റെ ഉള്ളിൽ 118 പേരെ വരച്ച അഷ്റഫ് തറയിലുണ്ട്, കോട്ടക്കൽ സ്വദേശി. ഉള്ളിലാണ് കേട്ടോ, പേന കടത്തിയിട്ട് ഉള്ളിലാണ് വരക്കുന്നത്. പക്ഷേ ഗിന്നസിൽ അങ്ങനെ ഒരു ടൈറ്റിലില്ല. എന്തിനേറെ പറയുന്നു, ഞാനുണ്ടാക്കിയ ലോകത്തിൽ വായിക്കാൻ കഴിയുന്ന ഏറ്റവും ചെറിയ പുസ്തകമാണ് 1/2 സെൻറ്റിമീറ്ററിൻ്റെ പുസ്തകം. ഒരു A4 ഷീറ്റിന് 3672 പേജാക്കിയിട്ട് ചെയ്ത വർക്കാണത്. വായിക്കാൻ കഴിയുന്ന പുസ്തകം 51 പുസ്തകം. പക്ഷേ ഗിന്നസിൽ സ്മോളസ്റ്റ് റീഡബിൾ ബുക്ക് എന്ന് പറയുന്ന കാറ്റഗറിയില്ല. അപ്പോൾ ഗിന്നസിൽ ഉള്ള കാറ്റഗറിയെയാണ് ബ്രേക്ക് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ കഴിവുള്ള കുറേ ആളുകൾ അപ്പുറത്ത് നിൽക്കുന്നുണ്ട്. അപ്പോൾ ഗിന്നസ് അത് കൊടുക്കില്ല എന്ന് വിചാരിച്ചിട്ട് അവരെ കഴിവ് കാണാതിരിക്കാൻ പറ്റുമോ? അപ്പോൾ ഇതിൽ എല്ലാറ്റിലും എന്തുണ്ട്, ഒരു ജെന്യൂനിറ്റി ഉള്ള ഒന്നുണ്ട്. അതേസമയം തന്നെ എല്ലാറ്റിലും നമുക്ക് അത്ര ജെന്യൂനിറ്റി ബോധ്യപ്പെടാത്തതുണ്ട്. അപ്പോൾ എനിക്ക് മാധ്യമങ്ങളോട് പറയാനുള്ളത്, ഒരാൾ റെക്കോർഡ് കിട്ടിയെന്ന് പറഞ്ഞ് വരുമ്പോൾ എന്താണ് അവൻ ചെയ്തതെന്ന് നോക്കണം. എല്ലാം മോശമാണെന്ന് പറഞ്ഞ് മാറ്റി വെക്കാൻ പറ്റില്ല. അതിൽ വളരെ കഴിവുള്ള ആളുകളുണ്ട്. അപ്പോൾ അത് നമ്മളുടെ ഒരു എന്താ പറയുക, സ്വത്വബോധത്തിൻ്റെയും നമ്മളുടെ ചിന്താശേഷിക്കും അനുസരിച്ചിട്ട് പ്രൊമോട്ട് ചെയ്യേണ്ടത് പ്രൊമോട്ട് ചെയ്യണം, അല്ലാത്തതിനെ മാറ്റി വെക്കണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. പിന്നെ ഒരു കാര്യം കൂടി, തിന്മ ഫോക്കസ് ചെയ്യപ്പെടുന്ന ഒരു കാലമാണ് ഇവിടെ. എന്നും പത്രങ്ങളിലൊക്കെ ആകെ പ്രശ്നമാണ്. അതിൻ്റെ ഇടയിൽ ആളുകൾക്ക് എന്തെങ്കിലും ഒരു മനസ്സിനൊരു ഉല്ലാസം നൽകുന്ന വാർത്തകളായിട്ട് ഇതിനെ കണ്ടാൽ മതി. ഇൻഡിവിജ്വലായിട്ട് ഒരാൾക്ക് ഗിന്നസ് കിട്ടിക്കഴിഞ്ഞാൽ അത് ഒരു വലിയ പ്രിവിലേജാണ്. 2, വിദേശ രാജ്യത്ത്, ഇപ്പോൾ നമ്മുടെ രാജ്യം വികസിത രാജ്യമാണെങ്കിൽ ഇഷ്ടംപോലെ സമ്പത്തുണ്ടാവും. അപ്പോൾ നമ്മൾ അച്ചീവ്മെൻറ്റ്സ് നേടിയ ആളുകൾ, ഇപ്പോൾ ഉദാഹരണത്തിന് ഇപ്പോൾ നമ്മുടെ നാട്ടിൽ ഇപ്പോൾ സ്റ്റേറ്റ് ഫുട്ബോൾ കളിച്ച ആളുകൾ അല്ലെങ്കിൽ ഇന്ത്യയെ പ്രതിനിധീകരിച്ച ആളുകളൊക്കെ ഉണ്ട്. അവരൊക്കെ നമ്മൾ ഗവൺമെൻറ് ജോബ് കൊടുക്കുന്നുണ്ട്, പല കാര്യങ്ങളും കൊടുക്കും. എന്തുകൊണ്ടാണ്? അവർ നമ്മളുടെ നാടിൻ്റെ നേട്ടത്തെ അല്ലെങ്കിൽ സ്റ്റേറ്റിൻ്റെ നേട്ടത്തെ മറ്റുള്ളവരെ അറിയിച്ചു എന്നുള്ളത് കൊണ്ടാണ്. അതുപോലെ തന്നെയാണ് ഗിന്നസ് കിട്ടുന്ന ഒരാൾ, അദ്ദേഹത്തിൻ്റെ റെക്കോർഡ് 2 വർഷം ആരാലും ബ്രേക്ക് ചെയ്യപ്പെട്ടില്ലെങ്കിൽ ഗിന്നസ് ബുക്കിൽ ആ പേര് വരും. ഗിന്നസ് ബുക്ക് എന്ന് പറയുന്നത് ലോകത്ത് ഏറ്റവും കൂടുതൽ വിൽക്കപ്പെടുന്ന പുസ്തകമാണ്. വേൾഡിലെ നമ്പർ 1 റെഫറൻസ് ബുക്കാണത്. അപ്പോൾ ആ ബുക്കിൽ ഇന്ത്യ, അപ്പോൾ എനിക്ക് അല്ലെങ്കിൽ എന്നെ പോലെ ഒരാൾക്ക് ഗിന്നസ് കിട്ടുമ്പോൾ ഇന്ത്യ എന്ന് പറഞ്ഞിട്ടാണ് വരുന്നത്. അപ്പോൾ നമ്മൾ ഒളിമ്പിക്സിലേക്ക് ആളുകളെ പറഞ്ഞയക്കുന്നത് എന്തുകൊണ്ടാണ്? എത്ര ആൾ ഒളിമ്പിക്സിൽ 4 ആൾ മത്സരിക്കുന്നതിന് 400 ആൾ ഇവിടുന്ന് പോകുന്നില്ലേ? കോടാനക്കോടി രൂപ ചിലവാക്കുന്നില്ലേ? എന്നിട്ട് എത്ര പേർക്ക് മെഡൽ കിട്ടുന്നുണ്ട്? ഒരു മെഡൽ കിട്ടിയാൽ അവിടെ ഇന്ത്യയുടെ പേര് വരും. അപ്പോൾ ഇവിടെ ഈ കലാകാരന്മാരും ചെയ്യുന്നത് നമ്മളുടെ രാജ്യത്തിൻ്റെ യശസ് ഉയർത്താൻ വേണ്ടിയിട്ട് തന്നെയാണ്. പക്ഷെ അതിനെ ഭരണകൂടം കാണുന്ന പോലെ കാണുന്നുണ്ടോ എന്നുള്ളതിലൊക്കെ സംശയമുണ്ട്, തർക്കമുണ്ട്. അപ്പോൾ അതുകൊണ്ട് കഴിവ് തന്നെയാണ്, അച്ചീവ്മെൻറ്റ്സ് തന്നെയാണ്. ഓരോ റെക്കോർഡിൽ വരുമ്പോഴും ഇപ്പോൾ നമ്മൾ ഇന്നൊക്കെ റെക്കോർഡ് എന്ന് പറയുന്നത് എല്ലാം നമ്മുടെ വിരൽത്തുമ്പിലുണ്ട്. ഗൂഗിളിൽ അടിച്ച് കഴിഞ്ഞപ്പോൾ ഈ അടുത്ത് പെരുമ്പിലാവ് അൻസാർ സ്കൂളിൽ ഓഗസ്റ്റ് 15 ബന്ധപ്പെട്ട് ഹ്യൂമൻ ഇമേജ് ഓഫ് ഇന്ത്യ എന്ന് പറയുന്ന ഒരു ഇന്ത്യയുടെ മാപ്പ് ഉണ്ടാക്കി. അവിടുത്തെ വിദ്യാർത്ഥികൾ 5112 പേര് നിന്നു. ടാലൻറ്റ് റെക്കോർഡ് ബുക്കിൻ്റെ റെക്കോർഡ് അറ്റംപ്റ്റ് ആയിരുന്നു. നിലവിൽ റുമേനിയയുടെ റെക്കോർഡായിരുന്നു, ഗിന്നസ് റെക്കോർഡായിരുന്നു. പക്ഷേ ടാലൻറ്റ് റെക്കോർഡ് ബുക്കാണ് ഇതിവിടെ മറികടന്നത്. പക്ഷേ ഇന്ന് സൈറ്റിൽ വേൾഡിൽ ആരടിച്ചു കഴിഞ്ഞാലും ഹ്യൂമൻ ഇമേജ് ഓഫ് നടിച്ചാൽ ലാർജസ്റ്റ് നടിച്ച് കാണുന്നത് ഈ പെരുമ്പിലാവ്, അതായത് കേരളമാണ്. ഞാൻ ഒന്നുകൂടി പറഞ്ഞുതരാം. ഇപ്പോൾ കഴിഞ്ഞ ഓണത്തിനാണ് തിരുവാതിര, കുടുംബശ്രീ നടത്തിയ തിരുവാതിര. ഏകദേശം 7000 ആളുകൾ പങ്കെടുത്തത്. ഒരിക്കലും അത് ഗിന്നസ് റെക്കോർഡ് അറ്റംപ്റ്റ് ആയിരുന്നില്ല. പക്ഷേ ഇന്ന് സൈറ്റിൽ ലാർജസ്റ്റ് തിരുവാതിര എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വരുന്നത് ഇതാണ്. അപ്പോൾ ഗിന്നസ് നേരിട്ട് വന്ന് നടത്തണമെങ്കിൽ ലക്ഷക്കണക്കിന് രൂപയുണ്ട്. അതേസമയം നമ്മളുടെ കേരളം ലോകത്തോളം ചിന്തിക്കുന്നതിൻ്റെ ഭാഗമാണ്. ഇപ്പോൾ ഭരതനാട്യം സത്യത്തിൽ അവരുടെ ചിന്ത ലോകത്തോളമാണ്. ഞാൻ വ്യക്തിപരമായി പറയുന്നത് അവിടെ എന്ത് മനുഷ്യത്വം കാട്ടിയില്ല എന്നുള്ളതാണ് അവിടുത്തെ ഏറ്റവും വലിയ പ്രശ്നം. ഒരു ചീഫ് ഗസ്റ്റ്
ഉമാ തോമസ് മാഡം വീണപ്പോൾ ആ ചടങ്ങ് അവർ ആഘോഷപൂർവ്വം കൊണ്ടാടി എന്നുള്ളതാണ് പ്രശ്നം. അവിടെ ഒരു കുറവ് വരുത്താനോ അല്ലെങ്കിൽ പെട്ടെന്ന് പരിപാടി അവസാനിപ്പിക്കാനോ ആഘോഷങ്ങളിൽ കുറവ് വരുത്താനോ ശ്രമിച്ചില്ല. അവർ ആഘോഷപൂർവ്വം കൊണ്ടാടി. പിന്നെ ഇപ്പോൾ നമ്മുടെ ഇവിടെ സ്റ്റേജ് ഷോസ് നടത്തുന്നുണ്ട്, ഒരുപാട് പരിപാടിയാണ്. സംഘാടകർ എന്തെങ്കിലുമൊക്കെ ഒരു ലാഭം അതിൽ പ്രതീക്ഷിക്കുന്നുണ്ടാവാം. പക്ഷേ ഇവിടെ ഇവർ കൂടുതൽ പണത്തോട് ആർത്തി കാണിച്ചു. വരുന്ന രക്ഷിതാക്കളിൽ നിന്ന് പൈസ വാങ്ങിക്കുക, അതുപോലെ തന്നെ ഇരിക്കാൻ കാശ്, അങ്ങനെ പണത്തിലേക്ക് ഇവർ ഫോക്കസ് ചെയ്യപ്പെട്ടു. ഒപ്പം തന്നെ അവിടെ വെള്ളം, ഞാൻ പറഞ്ഞല്ലോ, കരുതേണ്ട പല കാര്യങ്ങളും കരുതാതിരിക്കും, ഇങ്ങനെ കുറച്ച് പ്രശ്നങ്ങളുണ്ടായി. എനിക്ക് പറയാനുള്ളത്, നമ്മളുടെ നാട്ടിലെ ഉത്സവങ്ങളും ആഘോഷങ്ങളും, ഇപ്പോൾ തൃശ്ശൂർ പൂരത്തിന് ആന വേണമെന്നുള്ള ചർച്ച അത് വേണം. അതായത് നമ്മളുടെ ആഘോഷങ്ങളും അച്ചീവ്മെൻറ്റ്സും നടക്കണം. പക്ഷെ അവിടെ എന്ത് വേണം? കൃത്യമായ മോണിറ്ററിങ് ഉണ്ടായിരിക്കണമെന്നാണ് എനിക്ക് വിഷയത്തിൽ പറയാനുള്ളത്. ഗിന്നസ് ഏതൊരു റെക്കോർഡും അവർ നടത്തുമ്പോൾ നമ്മൾ സംഘാടകരുമായിട്ട് ഒരു എഗ്രിമെൻറ്റ് സൈൻ ചെയ്യുന്നുണ്ട്. ആ സൈനിങ്ങിൽ ഇവർ നേരിട്ട് വന്നിട്ട് നടത്തിയ പരിപാടിയാണ്. അവർ വരുമ്പോൾ കാണുന്നത് എന്താ? ഈ 10 മിനിറ്റ് 10,700 കൂടുതൽ ആളുകൾ, കണക്ക് കൊടുക്കുമ്പോൾ 11,600 പേര് അവിടെ നൃത്തം ചെയ്തു. റെക്കോർഡ് എന്താണ്? ദി ലാർജസ്റ്റ് ഭരതനാട്യം ഡാൻസാണ്. അപ്പോൾ അവിടെ റെക്കോർഡ് ബ്രേക്ക് ചെയ്യപ്പെട്ടു. ആ റെക്കോർഡ് ബ്രേക്ക് ചെയ്യപ്പെട്ടതിൻ്റെ സർട്ടിഫിക്കറ്റ് അവർ കൊടുക്കുന്നു. അവർ വിദേശത്ത് നിന്ന് വന്ന ആളുകൾ അവർ വണ്ടി കയറി പോകുന്നു. ഇവിടെ ഇപ്പോൾ ഈ നടക്കുന്ന സംഭവം ഒന്നും ഇപ്പോൾ ലണ്ടനിൽ ഗിന്നസിൻ്റെ ആസ്ഥാനത്ത് ഇത് കാണുന്നൊന്നുമില്ല. അതേസമയം തന്നെ ഇപ്പോൾ ഇവിടുന്ന് അതിനെക്കുറിച്ചൊരു ക്ലെയിം കൊടുക്കുകയാണെങ്കിൽ നൽകിയ റെക്കോർഡ് സ്റ്റോപ്പ് ചെയ്യാനും അതുപോലെ തന്നെ അത് ക്യാൻസൽ ചെയ്യാനൊക്കെ ഓരോ റെക്കോർഡ് ഓർഗനൈസേഷനും അധികാരമുണ്ട്. ഇപ്പോൾ ഇവിടുന്ന് ഒരു പരാതി ആണെങ്കിൽ ഒരു പക്ഷേ അത് അവർക്ക് ക്യാൻസൽ ചെയ്യാൻ തന്നെ പറ്റും. അത് അവരുടെ വിവേചനാധികാരമാണ്. 2015 ഗിന്നസ് കിട്ടിയ ആളുകൾക്ക് വേണ്ടി ഒരു സംഘടന എന്നുള്ള ഒരു ഇത് വരുന്നത്. ഗിന്നസ് പക്രു ആയിരുന്നു അതിൻ്റെ ആദ്യത്തെ പ്രസിഡന്റ്. അന്നാകെ 10 പേരാണ് ഉണ്ടായിരുന്നത്. 10 പേര്. ഇന്ന് ആ സംഘടനയിലൂടെ ഒരുപാട് ആളുകൾ, ഏകദേശം ഇന്ന് 93 പേർക്ക് ഇൻഡിവിജ്വലായിട്ട് ഗിന്നസ് കിട്ടി. നമ്മളെല്ലാ ആളുകളോടും പറയുന്നത്, ഇവിടെ വേറെ ഇപ്പോൾ നമ്മൾ പറയാറുണ്ട് വ്യാജ ഡോക്ടർമാരുണ്ടെന്ന്, അതുപോലെ തന്നെ വ്യാജ ഗിന്നസുകാരുണ്ട്. ഗ്രൂപ്പ് ഇവൻറ്റുകളുടെ ഭാഗമായി വന്ന ആളുകൾ ഞാനും ഗിന്നസാന്ന് പറഞ്ഞ് നടന്ന് ജനങ്ങളെ പറ്റിക്കുന്നുണ്ട്. അതിൻ്റെ ആ പറ്റിപ്പാണ് ഇവിടെയൊക്കെ നടക്കുന്നത്. ഈ കുട്ടികളോടൊക്കെ പറയുന്നത് നിങ്ങളും ഗിന്നസാണെന്നാണ്. അത് തെറ്റാണ്. ഒരിക്കലും ഒരു തെറ്റായ സന്ദേശം നൽകാൻ പാടില്ല. ഗ്രൂപ്പ് ഇവൻറ്റിൽ പങ്കെടുക്കുന്ന ഒരാൾ അതിൻ്റെ ഭാഗം മാത്രമാണ്. ആ 10,000 ആളുകൾക്ക് അല്ലെങ്കിൽ 12,000 ആളുകൾക്കാണ് ഒരു സർട്ടിഫിക്കറ്റ് കൊടുക്കുന്നത്. അവരെല്ലാവരും കൂടി വരുന്ന സർട്ടിഫിക്കറ്റാണ് ഇപ്പുറത്ത് ഒരു കൊച്ചുകുട്ടിയാണെങ്കിൽ ഇൻഡിവിജ്വലായിട്ട് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടുന്നത്. അതിൻ്റെ വാല്യൂ എത്രയേ ഉള്ളൂ. അപ്പോൾ അതുകൊണ്ട് ഇൻഡിവിജ്വലായിട്ട് കിട്ടുന്നവർക്ക് മാത്രമാണ് ടൈറ്റിൽ ഉള്ളത്. അതേസമയം കൂട്ടായ്മ, നമ്മളൊക്കെ ഒരുമയും കൂട്ടായ്മയും ഇപ്പോൾ അത് വളരെ നല്ലതാണ്. ഇപ്പോൾ ഒരു നാട്ടിൽ ഒരുമിച്ച് എല്ലാവരും കൂടിയിട്ട് ചെസ്സ് കളിച്ച് ഗിന്നസ് ബുക്കിൽ, അതൊക്കെ ഒരു വലിയ കാര്യമാണ്. അങ്ങനെ എന്ത് വേണമെങ്കിൽ ചെയ്യാം. പക്ഷേ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തെറ്റായൊരു സന്ദേശം നൽകാൻ പാടില്ല. സംഘടന ആഗ്രഹം എന്നാണ് ഞങ്ങളുടെ സംഘടനയുടെ പേര്. ഒരുപാട് ആളുകൾ ഈ ആഗ്രഹയിലൂടെ ഗിന്നസിൽ വന്ന ആളുകളാണ്. നമ്മൾ പറയുന്നത് ഞങ്ങൾ പോകുന്ന ഒരു സ്ഥലത്തും എത്രയോ വലിയ പരിപാടി നിങ്ങൾക്ക് തന്നെ അറിയാലോ, ഗിന്നസായിട്ടും മറ്റ് റെക്കോർഡുകളൊക്കെ ആയിട്ട് നമ്മളിവിടെ അവതരിപ്പിക്കുന്നുണ്ട്. പക്ഷെ ഒരു ക്ലൈമും അവിടെ കണ്ടിട്ടില്ലല്ലോ. നമ്മൾ വളരെ ശ്രദ്ധിച്ചിട്ടാണ് ചെയ്യുന്നത്. ശ്രദ്ധയാണ് വേണ്ടത്. ഏതൊരു കാര്യത്തിലും മുൻകരുതലും ശ്രദ്ധയുണ്ടെങ്കിൽ ഒരു പ്രശ്നം ഉണ്ടാവില്ല. പിന്നെ ഇപ്പോൾ ഞാൻ പറഞ്ഞില്ല, ഏത് സംഘടനക്കും നടത്താം, ഏത് സംഘടകർക്കും നടത്തപ്പോൾ നമ്മളെ എല്ലാവരും വിളിച്ചോളണമെന്നൊന്നും പറയാൻ പറ്റില്ല. സ്വാഭാവികമല്ലേ. ചിലവർ എക്സ്പീരിയൻസുള്ള ആളുകൾ വിളിക്കും, ചിലവർ അത് വിളിക്കില്ല. അങ്ങനെയൊക്കെ ഉണ്ട്. പക്ഷെ നമുക്ക് പറയാനുള്ളത് ഒന്നും കൂടി ശരിക്ക് ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്ന് ഇത്രയും വലിയ ഇവൻറ്റുകൾ നടക്കുമ്പോൾ പോലീസ് കമ്മീഷണറുടെ ഭാഗത്തു നിന്ന് ഒക്കെ അല്ലെങ്കിൽ ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തുനിന്ന് അല്ലെങ്കിൽ ഏത് ഇവിടെ നടക്കുന്ന സിയിൽ ഇനിയിപ്പോൾ അപേക്ഷ വെക്കാൻ നിന്നിട്ട് പിന്നെ അത് കിട്ടാൻ വേണ്ടിയിട്ട് 6 മാസം നടത്താവുന്ന പരിപാടി ഉണ്ടാവരുത്. ഒരു എന്താ പറയുക, കോർപ്പറേഷനോ എന്താണെങ്കിലും അതിൻ്റെ ഒരു പെർമിഷൻ മേടിക്കുന്നത് നന്നായിരിക്കുമെന്നാണ് നമുക്ക് പറയാനുള്ളത്. നമുക്ക് നമ്മളുടെ കേരളം ഗോഡ്സ് ഓൺ കൺട്രിയാണ്. ലോകത്തോളം വളരണമെന്ന് തന്നെയാണ് ഓരോ കേരളീയനും ആഗ്രഹിക്കുന്നത്. കേരളത്തിൽ ഏകദേശം 3.5 കോടി ജനങ്ങളാണുള്ളത്. അതിൽ പുതിയ തലമുറയുണ്ട്, പഴയ തലമുറയുണ്ട്. ഓരോരുത്തർക്കും വ്യത്യസ്തമായിട്ടുള്ള കഴിവുകളുണ്ട്, കഴിവില്ലാത്തവരുണ്ട്. പക്ഷേ കൂട്ടായ്മയിലൂടെ നമ്മളുടെ ഒരു സംഘം ചേരലും അതിന് ഒരു അച്ചീവ്മെൻ്റ് ആവുന്നതൊക്കെ ആ സംഘത്തിനും ആ നാടിനൊക്കെ വലിയ അഭിമാനം നൽകുന്ന ഒന്നാണ്. പക്ഷേ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഏതൊരു റെക്കോർഡ് അല്ലെങ്കിൽ അവാർഡുകൾ അതുപോലെ തന്നെ ഡോക്ടറേറ്റുകളൊക്കെ ഇന്ന് കാശ് കൊടുത്ത് കിട്ടുന്ന ഒരു സാഹചര്യം നിലനിൽക്കുന്നുണ്ട്. നമ്മളൊന്നിലേക്ക് ഓടിപ്പോകുമ്പോൾ നമ്മളതിന് അർഹനാണോ എന്നുള്ളത് ആദ്യം ചിന്തിക്കണം. എൻ്റെ കുട്ടി അതിന് അർഹയാണോ?
അർഹനാണോ എന്നുള്ള ഒരു ചിന്തയാണ് ആദ്യം വേണ്ടത്. അങ്ങനെ അർഹനാണെങ്കിൽ നമുക്ക് സ്വയം തോന്നുമ്പോഴാണ് ഇതിലേക്ക് പോകേണ്ടത്. 2, ഗ്രൂപ്പ് ഇവൻറ്റുകളുടെ പേരിൽ മാത്രമാണ് ഇത്രയും വലിയ ഒരു സാമ്പത്തികപരമായിട്ട് ഫ്യൂജ് എമൗണ്ട് കളക്ട് ചെയ്യാൻ പറ്റുക. ഏതൊരു സംഘാടകരും ലാഭം ഉണ്ടാക്കാൻ ശ്രമിക്കും. പക്ഷെ അതൊക്കെ കൊടുക്കുമ്പോൾ ഈ കൊടുക്കുന്ന പൈസ എന്തിനൊക്കെ വേണ്ടിയുള്ളതാണ് എന്ന് നമ്മളൊരു പച്ചക്കറി വാങ്ങിക്കുമ്പോൾ 4 പ്രാവശ്യം എടുത്ത് നോക്കും. അതുപോലെ ഈ നമ്മൾ നൽകുന്നപ്പോൾ ഇവിടെ കൊച്ചിയിൽ 3500 രൂപയാണ് കൊടുക്കുന്നത്. അത് എന്തിനൊക്കെ വേണ്ടിയാണ് ഉള്ളത് എന്നുള്ളത് സ്വയം മനസ്സിലാക്കാൻ ശ്രമിക്കുക. ഒപ്പം തന്നെ നമ്മൾ ചതിക്കപ്പെടുന്നില്ല എന്നുള്ളത് ഉറപ്പുവരുത്തുക. പിന്നെ ഒന്നും കൂടി പറയാനുള്ളത്, റെക്കോർഡുകളുടെ പുറകെ പോവുക എന്നുള്ളത് മാറ്റി. കാരണം ഗ്രൂപ്പ് ഇവൻറ്റുകളിൽ എന്നല്ല, ഇൻഡിവിജ്വലായിട്ട് കിട്ടിയിട്ട് പോലും അതിൽ നമ്മൾ അതിന് യോഗ്യനാണെങ്കിൽ മാത്രമാണ് സമൂഹത്തിന് അംഗീകരിക്കാൻ വലിയ മടിയാണ്. അപ്പോൾ നമുക്ക് കറക്റ്റ് യോഗ്യത ഉണ്ടെങ്കിൽ മാത്രമാണ് നമുക്കൊരു പ്രിവിലേജ് കിട്ടുള്ളൂ. തീർച്ചയായിട്ടും നിങ്ങളുടെ കഴിവുകൾ മുന്നോട്ട് കൊണ്ടുവരണം. ഒപ്പം തന്നെ കബളിപ്പിക്കപ്പെടുന്ന ഒരുപാട് മേഖലകളുണ്ട്. അത് ആത്മീയമായിട്ടുമുണ്ട്, എല്ലാം ഉണ്ട്, എല്ലാറ്റിലും വ്യാജന്മാരുണ്ട്. അപ്പോൾ നമ്മളത് മനസ്സിലാക്കി മുന്നോട്ട് പോകണം. അതോടൊപ്പം തന്നെ നമ്മുടെ നാടിൻ്റെ ആഘോഷങ്ങളും അതുപോലെ തന്നെ അച്ചീവ്മെൻറ്റ്സും ഒക്കെ ഇനിയും ഉണ്ടാവണം. തെറ്റുകൂടാതെ നടത്തുന്ന ആ ഒരു സംഘാടനത്തിൻ്റെ ഭാഗമാവാനാണ് നിങ്ങൾ ശ്രമിക്കേണ്ടത്. എല്ലാവർക്കും ഹൃദ്യമായ ആശംസകൾ.